5ഉം 6ഉം വാക്യമാണ്. അതിൽ എടുത്ത് വായിപ്പിച്ചത് ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവിടെ സഹോദരിമാരാരോ വായിച്ചു, അവരോടൊന്ന് വായിച്ചു. നിങ്ങൾ രണ്ടുപേരും മാറി മാറി വായിക്കണം. മോളും വായിച്ചു. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ മായ്ച്ചു. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ദൈവത്തിന് മഹത്വം. ഈ രാത്രിയിൽ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ജയിക്കുന്നവർക്ക് എന്തൊക്കെ ലഭിക്കും. സ്തോത്രം. അപ്പോൾ ഒരു ചിന്ത വരും, ജയിക്കാൻ എന്നാ മാർഗം? ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് പറയാം, ജയിക്കാൻ പല മാർഗം ഉള്ളതിൽ ഏറ്റവും ഉത്തമമായ മാർഗം ജയിച്ചവന്റെ കൂടെ നിന്നോണം. അപ്പോൾ ചിന്ത, ആരാ ജയിച്ചവൻ? എല്ലാത്തിനെയും ജയിച്ച ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ബാക്കി എല്ലാവരും എന്തിലെങ്കിലുമൊക്കെ തോറ്റ ആൾക്കാരാണ്. മുദ്രാവാക്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, തോറ്റിട്ടില്ല തോറ്റിട്ടില്ല തോറ്റ ചരിത്രം. കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പോ തോറ്റതാ, കാശ് പോയെന്നല്ലാതെ. എന്നാൽ യേശു ക്രിസ്തുവിനെ അങ്ങനെ മുദ്രാവാക്യം ഒന്നും മുഴക്കേണ്ട കാര്യമില്ല. അവിടുന്ന് എല്ലാത്തിനെയും ജയിച്ചവനാണ്. പാപത്തെയും ലോകത്തെയും ജഡത്തെയും ഈ കാണുന്ന സകലത്തെയും ജയിച്ച ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. നിങ്ങൾക്ക് പിറകിലിരിക്കുന്നവർക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നോന്നല്ല, ക്ലിയർ ആകുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്കല്ല, കുഴപ്പമില്ലല്ലോ. ഓൺലൈനില് എല്ലാവർക്കും ക്ലിയർ ആകുന്നുണ്ടോ? ഉണ്ടോ മോനെ? എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നില്ലെന്നോ, വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം കേൾപ്പാനില്ലെന്ന് വല്ല ഇല്ല? എന്തുവാ എന്നല്ലേ? തുറന്നിടണോ? എന്ത് ഇതെല്ലാം മാല ഇട്ടുകൊണ്ട് നടക്കുന്നതെല്ലാം ജനല് തുറക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ജയിക്കുന്നവർക്ക് എന്തൊക്കെ ലഭിക്കും. വായിച്ച കുറുവാക്യത്തിൽ എഴുതിയിരിക്കുന്നത് വെള്ളയുടുപ്പ് കിട്ടുമെന്ന. വെള്ളയുടുപ്പ് അതാ ധരിപ്പിക്കും. ജയിക്കുന്നവർക്ക് വെള്ളയുടുപ്പ്. വളരെ പരിചിതമായ വാക്യമാണ്. ഞാൻ തൊടുകയ്ക്ക് ഓർപ്പിച്ച് നിങ്ങൾക്കറിയാം, ജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ജയിച്ചവന്റെ കൂടെ നിൽക്കുക. ജയിച്ചവൻ ആരാണ്? ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അവിടുന്ന് സകലത്തെയും ജയിച്ചവന്. ഇവിടെ വന്ന സകല ആൾക്കാരും ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ പരാജയപ്പെട്ടതാണ്. മേരി ബെനിഞ്ഞ പണ്ട് പാടിയ വരി നമുക്കറിയാം. പടുക്കൾ എന്ന് പേരെടുത്ത പൂർവിക പ്രമാണികർ, മിടുക്കന്മാരൊക്കെ ഒത്തിരി വന്നു. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞർ, ഇവരെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ പരാജയപ്പെട്ടെന്ന്. സമുദ്രത്തെ നോക്കിയിട്ട് ആക്രോശിച്ചെന്നാ പറയുന്നത്. കരയായിരുന്നെങ്കിൽ വെട്ടിപ്പിടിക്കുമെന്ന്. ആ പുള്ളിക്ക് കണ്ടംപൂച്ചയെ പേടിയായിരുന്നെന്ന്. കണ്ടംപൂച്ചയെ പേടി. അതാ ഞാൻ പറഞ്ഞു, ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവർക്കും ഭയമാ, പലതിലും തോറ്റതാ. പേര് ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല, വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. പ്രസിദ്ധനായ തത്വചിന്തകനാണ് അദ്ദേഹം. എഴുതിക്കൊണ്ടിരുന്നപ്പം പുള്ളിക്ക് ഭാര്യയെ ഭയമല്ല, എന്നാലും ഭാര്യയുടെ മുമ്പിൽ പലപ്പോഴും പുള്ളി അങ്ങ് പരാജയപ്പെടുക. നല്ല മനുഷ്യനാണ്. അപ്പം ഒരിക്കൽ വായിച്ച് ധ്യാനിച്ചു വരുന്നപ്പോൾ ഭാര്യ വെള്ളം കോരി അങ്ങ് ഒഴിച്ചു. ആ പുസ്തകവും എല്ലാം അങ്ങ് നനഞ്ഞു. പുള്ളി എൻ്റെ ഭാഷ പറഞ്ഞാൽ അതിനെയൊക്കെ അതിജീവിച്ച് പുള്ളി പറഞ്ഞു, നല്ലൊരു മഴ പെയ്ത് തീർന്നെന്ന്.
പുള്ളി അതിനെ അങ്ങനെയാണ് നേരിട്ടത്. വെള്ളം കോരി അവർ തലയിലൊഴിച്ചാൽ പറഞ്ഞ് നല്ലൊരു മഴ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു ഇടി കൊടുക്കും. മഴയുടെ കൂടി ഇടിയുണ്ടല്ലോ. അതിനെ അതിജീവിച്ചു, പക്ഷെ പരാജയമാണ്. എന്നാൽ ജയിച്ച ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അവിടുത്തെ ജനനം തന്നെ ജയമല്ലേ. അവിടുന്ന് ജനിക്കാതിരിക്കുവാൻ എന്തെല്ലാം തടസ്സങ്ങൾ പിശാച് ഉന്നയിച്ചു. സ്തോത്രം. എങ്കിലും കൃത്യ സമയമായപ്പോൾ അവിടുന്ന് ജനിച്ചു. ഉൽപ്പത്തി പുസ്തകം മുതൽ, എനിക്ക് ഈ മൈക്ക് ഒരു സുഖം വരുന്നില്ല, ഇത് വേറെ ഒരെണ്ണം തരാം. മുഴങ്ങുന്നത് പോലെ തോന്നുന്നു. മോണിറ്റർ എനിക്ക് ഇതിന്റെ ഈ വകുപ്പൊന്നും പറയാൻ അറിയാൻ മേല, ഇങ്ങനെയൊക്കെ പറയാൻ അറിയാം. അപ്പൊ നിങ്ങളത് മോണിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ തെറ്റും. അപ്പൊ അവര് പറയും. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം മുതൽ അവിടുന്ന് ഈ ഭൂമിയിൽ പൂജാതനാകാതിരിക്കാൻ തടസ്സങ്ങൾ പിശാച് ഉന്നയിച്ചു. പക്ഷെ അതിനെ മുഴുവൻ പരാജയപ്പെടുത്തി കൃത്യം സമയത്ത് വചനം ജഡമായി ആ കന്യകയാകുന്ന മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായി കാലം അങ്ങോട്ട് തികഞ്ഞപ്പോൾ, സ്തോത്രം എന്ന് പറഞ്ഞാൽ കൃത്യ ടൈമിൽ അവിടുന്ന് തിരുപ്പിറവിയെടുത്ത് ഈ ഭൂമിയിൽ ഭൂജാതനം. സ്തോത്രം. കൃത്യത്തിലായിരുന്നു ക്രിസ്തുവിന്റെ തിരുജനനം. അപ്പോൾ എല്ലാത്തെയും ജയിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ജയിച്ച് പാപത്തെയും ലോകത്തെയും സകലത്തെയും ജയിച്ച് 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 ഒടുവിൽ അവിടുന്ന് മരണത്തെയും ജയിച്ചു. ഇവിടെ വന്ന ആരും മരണത്തെ ജയിച്ചിട്ടില്ല, ജയിക്കത്തുമില്ല. ജയിച്ച ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അവിടുന്ന് മാത്രമാണ് ജയാളി. അതുകൊണ്ട് ജയിച്ചവനാകുന്ന ക്രിസ്തുവിന്റെ കൂടെ ചേർന്ന് നീ നിന്നാൽ നിനക്കും ജയം നിശ്ചയമാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ജയിക്കുന്നവർക്ക് എന്തൊക്കെ ലഭിക്കും. നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യമാണ്. നിങ്ങൾക്കറിയാം, വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, വെളിപ്പാട് പുസ്തകം ഈ ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകമാണ്. ഈ വെളിപ്പാട് പുസ്തകമൊക്കെ നന്നായിട്ട് പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരുണ്ട്. ദൈവം അവർക്കെല്ലാം ദീർഘായുസ് കൊടുക്കട്ടെ. അതുകൊണ്ട് ഞാൻ മറ്റു ഭാഗത്തേക്കൊന്നും പോകത്തില്ല. അതൊന്നും പറയാൻ ഞാൻ ആളുമല്ല. അറിയാവുന്ന കാര്യം പറഞ്ഞാൽ മതി. ആവശ്യമില്ലാത്തെല്ലാം പറഞ്ഞേച്ച് ഉടക്കുണ്ടാക്കേണ്ട കാര്യമല്ല. അറിയാവുന്ന 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ഇരിപ്പോണ്ടിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം, അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ എനിക്കറിയാവുന്ന ചില കാര്യം പറയുക. നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങളും ശാന്തമായിട്ടിരുന്ന പുള്ളി നമുക്കറിയാവുന്ന കാര്യമൊക്കെയാണ് പറഞ്ഞത്, ഉടക്കുണ്ടാക്കരുത്. അപ്പൊ ശ്രദ്ധിക്കുക, വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. നമുക്കറിയാം, ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. അങ്ങനെ മൊത്തം എത്ര പുസ്തകം? 66 പുസ്തകമുണ്ട്. ഈ 66 പുസ്തകവും തെറ്റുകൂടാതെ ഓർഡറിലെ ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ഇങ്ങനെ ക്രമത്തിൽ പറയാൻ, മലാക്കി വെളിപ്പാട് വരെ പറയാൻ, തെറ്റാതെ പറയാൻ അറിയാവുന്നവര് വളരെ ചുരുക്കമാണ്. ഞാൻ പറയിപ്പിക്കത്തൊന്നുമില്ല. ചില സഭകളിൽ സെക്രട്ടറി ഉണ്ട്, പുസ്തകക്രമം പറയാൻ പറഞ്ഞാൽ കോഴയും. സെക്രട്ടറിയാ, പക്ഷെ ദേവി നീ 2 പേനായും ബുക്കുമായിട്ട് വെറുതെ നടക്കുക. നീ അതുകൊണ്ട് ഈ കൺവെൻഷൻ തീരുന്നതിന് മുന്നെങ്കിലും പുസ്തകക്രമം പുള്ളിയാണ് സെക്രട്ടറി. മറ്റേ പുള്ളി പ്രസിഡന്റ്. നഹും വരുമ്പോ തപ്പല. ആള് കളിച്ച് നടക്കുന്ന കണ്ടാ ഓർക്കം പുള്ളി. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ പുസ്തകക്രമം, നാട്ടുകാർക്കല്ല. അല്ല, നമ്മുടെ പുസ്തകത്തിന്റെ കാര്യമല്ലേ പറയുന്നത്. സുബിനെ, അല്ല, ഞാൻ കുറ്റമായിട്ട് പറയല്ല, തെറ്റിദ്ധരിക്കത്.
ചില ഇടങ്ങളിൽ സുവിശേഷ വേലക്കാർക്ക് പോലും തിട്ടമില്ല. ഞങ്ങൾ പറയിപ്പിക്കും, പക്ഷെ ഞങ്ങൾ അങ്ങനെ കയറി. ഇത്ര മഹനീയമായ ശ്രേഷ്ഠമേറിയ ഒരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. എന്നെ കേൾക്കുന്ന ഈ അടിമാലിയിൽ ഉള്ള ദൈവമക്കളോടും ദൂരത്തിരുന്ന് കേൾക്കുന്നവരോടും ഞാൻ കൂടെ പറയുക, ഇത് കയ്യിൽ വന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ഇതെടുത്തത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. ഇത് വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ ഈ പുസ്തകത്തിലെ വാക്യം ഇത് പ്രമാണിക്കുകയാണ്, പിന്നെ ഭാഗ്യത്തിന്റെ അയ്യര് കളിയാണ്. ചെല്ലുന്നിടത്തല്ല ചില പറഞ്ഞ ഞങ്ങൾക്ക് അത്രയും ഭാഗ്യം വേണ്ടെന്ന്. സ്തോത്രം. ഇതുപോലൊരു പുസ്തകം, ഇത് മാറോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന പുസ്തകം. എവിടെയും കൊണ്ടുപോയി ഈ പുസ്തകമായിട്ട് എവിടെ വേണേലും ഈ പുസ്തകം കൊണ്ട്. ഇപ്പം ചില ഉപദേശന്മാർ യോഗത്തിന് പോലും പുസ്തകം കൊണ്ടുവരികയല്ല. വെറുതെ വെടിക്കെട്ടുകാരൻ വരുമ്പോൾ ഇനി വരിക. നിങ്ങളുടെ കയ്യിരിക്കുന്ന വേദപുസ്തകം എല്ലാം ഒന്ന് പൊക്കിക്കേ. ഇത്രയും പേര് കൊണ്ടുവന്നല്ലോ. എന്തിയാ സുഖന്റെ വേദപുസ്തകം ബാഗിനകത്ത് എടുക്കണ്ടേ? നീ പല്ലേ പിന്നെ ഇതെല്ലാം കൂടെ മൊത്തം പൊഴി. നമ്മുടെ വേദപുസ്തകം വേദപുസ്തകമില്ലേ? എന്നാ ഇത് പൊക്കിക്കും. സ്തോത്രം. ബാഗിനകത്താണ്. അതിനെ അവിടെ ഇരിക്കട്ടെ. സ്തോത്രം. ഈ പുസ്തകം ലഭിച്ചത് വലിയ മഹാഭാഗ്യമാണ്. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ചത്. സാക്ഷ്യമെല്ലാം വിവരിക്കുന്നില്ല. അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. അന്ന് എൻ്റെ നെറ്റി കളവക്കുറിയുണ്ട്. ഒന്നല്ല 4 എണ്ണമുണ്ട്. ശരീരത്തും എല്ലാം ഉണ്ട്. ഒരൊറ്റമുണ്ട് ഉടുത്തിട്ടുണ്ട്. ഇതുപോലെ 2ാം മുണ്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ പ്രായമുള്ളവർക്കും പഴയ ആൾക്കാർക്കും അറിയാം. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ല. ഇവിടെ എല്ലാം കളവക്കുറിയുണ്ട്. പ്രസാദവും കയ്യിലിരിപ്പുണ്ട്. വൈകിട്ട് അമ്പലത്തിൽ ദീപാരാധന കഴിഞ്ഞ് ഞാൻ ആ ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിന് തൊട്ട് താഴെ നിന്ന സാധാരണ മിക്കപ്പോഴും നമസ്കരിക്കുന്നത്. ഞങ്ങൾ 2-3 പേരാ ചിലപ്പോൾ അതിനകത്ത് കയറുന്നത്. ശ്രീകോവിലിനകത്തല്ല, അതിന് താഴെ. അതൊന്ന് നമ്മുടെ വിശ്വനാഥച്ചാൻ്റെ അപ്പൻ്റെ പേര് ഞാൻ മറന്നുപോയി. 71 അവിടുത്തെ അപ്പച്ചൻ. പിന്നെ ഞാൻ, പിന്നെ എൻ്റെ വല്യപ്പച്ചനുണ്ട് കണ്ടത്തിൽ ഗോപാലൻ. അതിനകത്ത് കയറി നിന്ന മിക്കപ്പോഴും. അപ്പം കളവക്കുറിയുണ്ട്. ഇതുപോലൊരു 2ാം മുണ്ട് ഇട്ടിട്ടുണ്ട്. അതിങ്ങനല്ല, വേറെ രീതിയിലാണ്. അങ്ങനെ ദീപാരാധനയും കഴിഞ്ഞ് വൃശ്ചിക മാസമാണ്, കെട്ടുമുറുക്കുന്ന സമയം. ചിലര് കെട്ടുമുറുക്കി മലയ്ക്ക് പോയി. അതിനുശേഷമായിട്ട് മുറ്റത്ത് നാമജപമുണ്ട്. അപ്പം ഞാനും കൂടി ഇരുന്ന് നാമം ജപിക്കും. അതിനുശേഷമായിട്ട് നാമജപം കഴിഞ്ഞ് പ്രസാദം തരും. അത് കഴിച്ചു. ഈ അവലും മലരും ശർക്കരയും പഴവും എല്ലാം കൂടെ ഒന്ന് ഞെരടും. അത് പൂജയ്ക്ക് വെച്ചതാ. അത് ഒടുവിലൊന്ന് അതും കൂടെ ഒക്കെ ഉന്നം വെച്ചായി നിൽക്കുന്നത്. ആരവിടെ നിന്ന് വർത്താനം പറഞ്ഞത്? അമ്മയും കഴിച്ചായിരുന്നോ? ഞാൻ നേരത്തെ കഴിച്ചോ? ഇനിയും കഴിക്കുമെന്നോ? അപ്പൊ ഇതെല്ലാം പ്രസാദമെല്ലാം വാങ്ങി ഞാൻ വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ, അന്ന് വിവരിക്കുന്നില്ല, സുഖമില്ലാതെ പ്രയാസപ്പെട്ട സമയമാണ്. ടൈഫോയിഡ് എല്ലാം കൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റായി. വേറെ അസ്വസ്ഥതകൾ പലതുണ്ട്. ചികിത്സകളെല്ലാം ചെയ്തെങ്കിലും ഭേദം വരുന്നില്ല. ഈ സന്ദർഭത്തിലാണ് ഈ സംഭവം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എൻ്റെ കൈ പ്രസാദമുണ്ട്, വീട്ടിലോട്ട് കൊണ്ടുപോകാൻ.
അതുമായിട്ട് ഞാൻ ഇങ്ങനെ വരുമ്പോഴാണ് ഇതുപോലെ ഒരു വീടിൻ്റെ മുറ്റത്തൊരു യോഗം ദൂരെ നിന്ന് വീക്ഷിച്ചു. ഹൃദയത്തിലൊരു ചിന്ത, ഇവര് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ദൈവം എന്നെ സൗഖ്യമാക്കും. ദൂരെ മാറി നിന്ന് ശ്രദ്ധിച്ചു. എങ്കിലും അസുഖത്തിന്റെ കാഠിന്യവും മാനസിക ബുദ്ധിമുട്ട് അലട്ടിയത് കൊണ്ട് ഒരു പയ്യനോട് പറഞ്ഞു. അവൻ ചെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുൻപോട്ട് ചെന്നു. അന്ന് രാത്രി അവിടെ കൂടിയിരുന്ന ദൈവദാസന്മാർ പലരുണ്ടായിരുന്നു. അതിൽ വിശേഷമായിട്ട് മൺമറഞ്ഞു പോയി തകഴി തങ്കച്ചായൻ. അവരെല്ലാം കൂടെ ചേർന്ന് ഒന്നിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവദാസന്മാര് ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു എന്നെ സൗഖ്യമാക്കി. സ്തോത്രം. എൻ്റെ ആ മരണഭീതി, അന്നേരം ഉണ്ടായിരുന്ന മരണഭീതി എല്ലാം വലിയ സമാധാനമുണ്ടായി. അതെങ്ങനെയാണെന്നൊന്നും എനിക്ക് വർണ്ണിക്കാനൊന്നും അറിയത്തില്ല, അനുഭവിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മളെ TPM-കാര് പാടുന്നൊരു പഴയ പാട്ടുണ്ട്, നല്ല പാട്ടാണ്. വരി പെട്ടെന്ന് 2 വരിയെ പാടാൻ നേരമുള്ളൂ. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും. ഇരുളിലായ ദുരിതമോടെ ഇരുളിലായ ദുരിതമോടെ കരയുന്നതിൽ കണ്ടു വീണ്ട അരുമനാഥനെ കണ്ടിതോ യേശുനായക. കണ്ടിതോ ഏഴക്കായി നിൻ ജീവനെ. കണ്ടിതോ യേശുനായക. കണ്ടിതോ ഏഴക്കായി നിൻ ജീവനെ. ശ്രദ്ധിക്കുക, അന്ന് രാത്രി യേശു ക്രിസ്തു എന്നെ സൗഖ്യമാക്കി. ഞാൻ അധികം വിവരിക്കുന്നില്ല. ഉദ്ദേശം ഒരു രാത്രി 11:15 കഴിഞ്ഞെന്നാ തോന്നുന്നത്. അന്ന് രാത്രി രക്ഷിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകും. അവിടെ ഇരുന്ന ഉപദേശിമാരാരും എന്നോടൊന്നും പറഞ്ഞില്ല, ഇന്നത് ചെയ്യണം ഇന്നതുപോലെ ഒന്നും വേണ്ടിയില്ല. ആ രക്ഷകയുടെ സന്തോഷം അകത്ത് വന്നപ്പോൾ പല കാര്യവും വേണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. കളവക്കുറി തൂക്കാനൊന്നും തങ്കച്ചായൻ പറഞ്ഞില്ല, ഞാൻ തന്നെ തൂത്തറ. അന്ന് മീശ വെക്കാനായില്ല, അല്ലേ? പൊടി 13 വയസ്സ് കഴിഞ്ഞല്ലേ ഉള്ളു. ഞാൻ തന്നെ തീരുമാനിച്ചു വേണ്ട. സ്തോത്രം. പിന്നീട് ഈ വേദപുസ്തകം വായിച്ചപ്പോൾ അനേക കാര്യം ഇത് വായിച്ചപ്പോൾ മനസ്സിലായി. പിന്നീട് സഭയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവദാസന്മാർ നന്നായിട്ട് ശുശ്രൂഷിച്ചപ്പോൾ അറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യം മനസ്സിലായി. ഇപ്പോഴും ഓരോന്ന് കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഈ മാർഗത്തിൽ വന്നത്. ഇതാരും നിർബന്ധിച്ചതല്ല, മതം മാറ്റിയതൊന്നുമല്ല. സ്തോത്രം. ഇത് മതം മാറ്റുന്ന പരിപാടി അല്ലല്ലോ. നിന്റെ മനസ്സിനകത്തെ കാടകന്നിടാൻ പറയുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. അപ്പോൾ എന്നെ വിടുവിച്ച് സൗഖ്യമാക്കി രക്ഷിച്ച യേശു ഇന്ന് രാത്രി സൂക്ഷം നീ സമർപ്പിച്ചാൽ നിന്നെയും വിടുവിക്കും. അതിനൊരു തർക്കവുമില്ല. അവിടുന്ന് രക്ഷിപ്പാൻ വല്ലഭത്വമുള്ളവനാ. അപ്പൊ അങ്ങനെ ഈ പുസ്തകം കയ്യിലെടുക്കാൻ ദൈവം ഭാഗ്യം നൽകി. ഞാൻ ഇന്നലെ കൺവെൻഷന് പ്രസംഗിച്ചപ്പോൾ ഓർത്തു, ഈ പുസ്തകം എടുത്തതാ. അതാണ് ശരിയെങ്കിലും ഓർപ്പിച്ചു. ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ പിതാവിന് കല്ല് ഷാപ്പിലെ ഒരു ചെറിയ ജോലിയായിരുന്നു. യൂണിയനിൽ പെട്ടതാ. ചെത്തുതൊഴിലാളി യൂണിയനിൽ പെട്ട ആളായിരുന്നു എൻ്റെ പിതാവ്. കല്ല് ഷാപ്പിലെ ജോലിയായിരുന്നു. ഞാൻ മിക്കപ്പോഴും തന്നെ ചിന്തിക്കാറുണ്ട്,
പഠിക്കാൻ ഞാൻ അത്ര പോരായിരുന്നു. എൻ്റെ മാർക്കൊന്നും ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല. നിങ്ങളുടെതും പറയണ്ട. നിങ്ങൾ മിക്കവാറും നമ്മുടെ മാർക്ക് ചോദിക്കാനായിരിക്കും. അപ്പൊ അങ്ങനെ എനിക്ക് 2 ആഗ്രഹമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആഗ്രഹം പഠിത്തത്തിലൊരു മെച്ചം കിട്ടുക എന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ പിന്നീട് എൻ്റെ ആഗ്രഹം അന്നത്തെ രീതി അനുസരിച്ച് ഭാഗവതമോ രാമായണമോ ഒക്കെ പഠിച്ച് വായിച്ച് പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ വായിക്കാൻ പോകുമല്ലോ, എനിക്കിഷ്ടമാണ്. അല്ലെങ്കിൽ എവിടെയും പൂജാവിധികൾ പഠിക്കാനായിട്ട് അവസരം വല്ലതും കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെയായിരുന്നു ആഗ്രഹം. ഒന്നെങ്കിൽ ആ നിലയിൽ പോകണം. അതല്ലെങ്കിൽ കാരണം എല്ലാവരും ഒന്നും എല്ലായിടത്തും എടുക്കത്തില്ല, എല്ലാവരും ഒന്നും എല്ലായിടത്തും കയറ്റുകയില്ല. മനസ്സിലായില്ല? ഇപ്പം ഇച്ചിരി വ്യത്യാസം വരുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നേരത്തെ എല്ലാവരും ഒന്നും എല്ലാ സ്ഥലത്തും എടുക്കത്തുമില്ല, എല്ലാ കാര്യവും എല്ലാവരെയും ഒന്നും പഠിപ്പിക്കത്തുമില്ല, എല്ലായിടത്തും എല്ലാവരെയും ഒന്നും കയറ്റുകയില്ല. ഇപ്പം അതേ പറയാൻ ഒക്കത്തുള്ളൂ. അതെന്നെ അങ്ങനെ പറഞ്ഞെന്ന് വിശദീകരിക്കാവോ എന്ന് ചോദിച്ചാൽ യോഗം കഴിഞ്ഞ് വരുമ്പം വിശദീകരിക്കാം. മനസ്സിലായി കാണും. അപ്പൊ എൻ്റെ ചിന്ത മിക്കവാറും ആ രീതി പഠിക്കാനോ പഠിപ്പിക്കാനോ ചിലപ്പോൾ അനുവദിച്ചെന്ന് വരികയില്ല. അങ്ങനെ എങ്ങാനും തടസ്സം വന്നാൽ ഒന്നെങ്കിൽ അപ്പൻ ക്ഷീണിതനാകുമ്പോൾ അല്ലെ അപ്പൻ മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ അപ്പൻ ജോലി വേണ്ടാന്ന് വെച്ചാൽ സൂക്ഷ എനിക്ക് കിട്ടും. കാരണം യൂണിയൻ തൊഴിലാളി ആയതുകൊണ്ട് അത് മക്കൾക്ക് കിട്ടും. അപ്പൊ എൻ്റെ അപ്പൻ കള്ളുഷാപ്പിലെ യൂണിയൻ തൊഴിലാളിയാ, ഈ സപ്ലയർ കള്ളും കപ്പയൊക്കെ എടുത്തു. അപ്പം ഒന്നെങ്കിൽ അതായിരുന്നു ഇഷ്ടം, അത് കിട്ടിയില്ലെങ്കിൽ സൂക്ഷം. പക്ഷെ അത് രണ്ടും ഒത്തില്ല. ഇതാണ് ഒത്തത്. സ്തോത്രം. സ്വർഗസുഖം അണുവള്ളവും അനുഭവമാക്കാൻ, സ്വർഗസുഖം അണുവള്ളവും അനുഭവമാക്കാൻ യോഗ്യതയില്ലഗതിയനി കൽപ്പവുമോർഗിൽ, യോഗ്യതയില്ലഗതിയനി കൽപ്പവുമോർഗിൽ, ഭാഗ്യവശാൽ പാപിയാൻ ഞാൻ രക്ഷിതനായി, പാപശിക്ഷകൾ പോയി. ഭാഗ്യവശാൽ പാപിയാൻ ഞാൻ രക്ഷിതനായി, പാപശിക്ഷകൾ പോയി. മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മഹോന്നതൻ വഹിച്ചിടും ഈ ലോകത്തിൻ പാപം, മഹോന്നതൻ വഹിച്ചിടും ഈ ലോകത്തിൻ പാപം, മഹോന്നതൻ വഹിച്ചിടും ഈ ലോകത്തിൻ പാപം, സർവ്വലോകത്തിൻ ശാപം, സർവ്വലോകത്തിൻ ശാപം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഈ മാർഗത്ത് വന്നതാ ഭാഗ്യം. ഞാൻ അങ്ങനെ ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. ഈ പുസ്തകം വായിക്കുന്നതും ധ്യാനിക്കുന്നതും പ്രസംഗിക്കുന്നതും വിശേഷിച്ച് പ്രമാണിക്കുന്നതും വലിയ ഭാഗ്യമാണ്. പ്രസംഗത്തെക്കാൾ കുറച്ചുകൂടെ എഫക്റ്റ് ഇത് പ്രമാണിക്കുന്നതാണ്. അതാ അത് എല്ലാവരെ കൊണ്ടൊന്നും ചിലപ്പോൾ ഒത്തൊന്ന് പോയിന്റ് ഇട്ടൊക്കെ നമുക്ക് പറയാനറിയാം, പക്ഷെ പോയിന്റ് ഇട്ട് ജീവിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്, ഇല്ലേ? കണ്ണൻ പാസ്റ്റല്ലയോ? ഞാൻ ലൈവ് കേട്ടായിരുന്നു. കണ്ണൻ പാസ് നമ്മുടെ പഴയ ആളാണ്, ഇപ്പം അടിമാലിക്കാരനായി. സ്തോത്രം. ഇവരെല്ലാം നമുക്ക് വേണ്ടപ്പെട്ട. സ്തോത്രം. തിയറി നല്ലതാ, പ്രാക്ടിക്കലാ ബുദ്ധിമുട്ട്. സ്നേഹത്തെ പറ്റി പ്രസംഗിക്കാം. അഗാപ്പേ. സ്വന്തം അനിയനോട് മിണ്ടുകയല്ല, നിന്നെ പോലെ വേ പിടിച്ചോ വേറെ കൊണ്ടോടാ. അഗാപ്പേ. സ്വന്തം അനിയനോട് മിണ്ടുകയല്ല, എന്നിട്ട് സബ്ജക്റ്റ് എന്നാ? അഗാപ്പേ. നിനക്കെല്ലാം പേയാ.
സ്തോത്രം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് കൂട്ടായ്മ, കൊയിനോനിയ. മൂലഭാഷ അങ്ങനെയാണോ? എന്തോ കൊയിനോനിയ. എന്നിട്ട് ഒരു സാധുവായി ഒരുത്തൻ യോഗം വെച്ചാ വലിയ പുള്ളിക്കാരും പോകുകയല്ല. നീ എന്നാടാ കൊയിനോനിയ ഒന്ന് ചോദിക്കും, നമ്മുടെ ആളാണോ എന്ന്. ഇവിടെ പിന്നെ എല്ലാവരും കൂടെ ചേർന്നായതുകൊണ്ട് നിങ്ങൾ ബുദ്ധിയുള്ളവരാ, നിങ്ങൾക്കറിയാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടത്തിയാൽ മിക്കവാറും കൊയിനോനിയ. തിയറി നല്ലതാ, പ്രാക്ടിക്കലാ ബുദ്ധിമുട്ട്. കൊച്ചേ നീ എവിടെ പോ, അവിടെ അങ്ങനെ അടങ്ങിയിരിക്കുക. ഏതാ നീ പിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളരുത് കേട്ടോ. ആ, അവിടെ അങ്ങനെ ഇരുന്നോണം. അപ്പൊ ശ്രദ്ധിച്ചേ, തിയറി നല്ലതാ, ജീവിതത്തിൽ പകർത്തുന്നതാ ബുദ്ധിമുട്ട്. ഞാൻ പറയാറുണ്ട്, ജീവിതം കൊണ്ട് തെളിയിക്കണം നീ ദൈവ പൈതലാണെന്ന്, ഒരു ശുശ്രൂഷകനാണെന്ന്. എന്റെ ഭാഷ പറഞ്ഞാൽ ജീവിതം കൊണ്ട് തെളിയിക്കണം നീ പെന്തിക്കോസാന്ന്. സ്തോത്രം, സ്തോത്രം. വലിയ ബാനർ കെട്ടിയേച്ചേ, ഞാൻ കുറ്റം പറയൽ, തെറ്റിദ്ധരിക്കരുത്, എന്നെ ക്ഷമിക്കണേ. ഇരുമ്പുപാലം വരെ റാലി നടത്തിയത് കൊണ്ട് നല്ലതാ, റാലിക്ക് എല്ലാവരും വരണേ. സ്തോത്രം. ജീവിതം കൊണ്ട് തെളിയിക്കണം ഐക്യതയുണ്ടെന്ന്. അത് ഞാൻ അധികം വിവരിക്കുന്നില്ല, വിടുക. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. ദൈവത്തിന് മഹത്വം. ഇത് വായിക്കാനും എടുക്കാനും പറയാനും പ്രസംഗിക്കാനും വിശേഷിച്ച് പ്രമാണിക്കാനും ഇടയാകുന്നത് ആ ഭാഗ്യം. അങ്ങനെ ശ്രേഷ്ഠമേറിയ 66 പുസ്തകം, 66 ഉള്ളേ. ചില ആൾക്കാര് കുറച്ചുകൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അതാരാന്ന് പറയണ്ട, അവരെ കാണുമ്പോൾ അറിയാം കൂടുതൽ ചേർത്തന്റെ. 66 കൂടുതലുള്ളത് കൊണ്ട് അവരെവിടെയെങ്കിലും ചെല്ലുമ്പം വണ്ടി നിർത്തുമ്പോഴേ അത് 66 കൂടിയത് കൊണ്ടാണ്. 66 കൂടുന്നത് കൊണ്ടാണ് വെള്ളിയാഴ്ച പല സ്ഥലത്തും പൊത്തോന്ന് വീടുന്നത്. 66 അധികം ഞാൻ പറയുന്നില്ല, മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറയുന്നേ ഉള്ളൂ. വെറുതെ എന്തിനാ അലോഗ്യം ഉണ്ടാക്കുന്നേ. ഇതുപോലൊരു പുസ്തകം വേറെ ഇല്ല. സ്തോത്രം. അതെ, ഈ പുസ്തകത്തിലെ ആദ്യ പുസ്തകം നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം. ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഇതിന്റെ താരതമ്യ പഠനം വളരെ ശ്രേഷ്ഠമാണ്, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അങ്ങനെ ഒടുവിലത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങൾ. ഞാൻ മിക്കപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഓടിച്ച് ഒന്ന് അപഗ്രഥിച്ച് പറയുമ്പോൾ ദൈവദാസന്മാർക്കൊക്കെ അറിയാം, ഓരോ അധ്യായവും പെട്ടെന്ന് പഠിക്കാൻ മനസ്സിലാക്കാൻ ഓരോ വിഷയങ്ങളായിട്ട് വിഭജിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. ഇപ്പൊ എളുപ്പമുണ്ട് പഠിക്കാൻ. ഇനി ഈ അധ്യായം അങ്ങോട്ട് വിഭജിക്കുമ്പോൾ ഇത് ദൈവം പറഞ്ഞ ഒന്നുമല്ല, നമ്മളത് പഠിച്ചപ്പം അല്ല, ദൈവം പറഞ്ഞിട്ടില്ല 1-ാം അധ്യായത്തിൽ ഇന്നതാ വിഷയം, 2-ാം അധ്യായത്തിൽ അത് ദൈവം പറഞ്ഞ ഒന്നുമല്ല. അത് നമ്മളെല്ലാം കൂടി ഇരുന്ന് നമ്മുടെ എളിയ ബുദ്ധിക്കനുസരിച്ച് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഒപ്പിച്ചതാണ്. അല്ലാതെ വെളിപ്പാട് 11 വിഷയം ഇന്നതാണ്, അത് ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്കൊന്ന് മനസ്സിലാക്കാനും പഠിക്കാനും. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത്, 4-ാം അധ്യായം സഭ സ്വർഗത്തിൽ. അന്നേരം പോകുന്നില്ലെന്ന് ആരാണ്ട് പറയുന്നുണ്ട്, അവര് പോകണ്ട. 5-ാം അധ്യായത്തിൽ വീണ്ടെടുപ്പിന്റെ ഗാനം. ഏത് പറഞ്ഞാൽ ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ്.
1 അധ്യായത്തിൽ 7 മുദ്രയിൽ 6 മുദ്ര പൊട്ടിക്കുന്നു. മൊത്തം 7 മുദ്ര ആണ്. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു വിശേഷത 7കളുടെ പുസ്തകമാണ്. ധാരാളം 7 എന്നുള്ള കണക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിൽ ധാരാളം 7കൾ. 7 സഭ, 7 നക്ഷത്രം, 7 നിലവിളക്ക്, 7 ദൂതന്മാര്, 7 ആത്മാക്കള്, 7 കണ്ണ്, 7 തല, 7 മല, 7 മുടി, 7 രാജമുടി. ഇങ്ങനെ 7കളുടെ ഒരു നല്ല പട്ടിക ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ വേദപുസ്തകം പഠിക്കുന്നവര് ഇത് കൊടുത്തിരിക്കുന്ന വേറൊരു പേര് 7കളുടെ പുസ്തകം. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ 2-3 അധ്യായത്തിൽ 7 സഭ, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതീര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, 7 സഭ. ആ 7 സഭയ്ക്കുള്ള ദൂതാണ് 2-3 അധ്യായം. 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിൽ, 5-ാം അധ്യായം വീണ്ടെടുപ്പിന്റെ ഗാനം, 6-ാം അധ്യായത്തിൽ 7 മുദ്രയിൽ 6 മുദ്ര 6-ാം അധ്യായത്തിൽ പൊട്ടിക്കുന്നു. 7-ാം അധ്യായത്തിൽ മുദ്രിതന്മാരായ 144,000 പേര്. അത് നമ്മുടെ കാര്യമൊന്നുമല്ല, നീ അടന്ന് ചാടരുത്. എട്ടാം അധ്യായം പഠിക്കുമ്പോൾ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതായിട്ടും തുടർന്നുള്ള സംഭവങ്ങളാണ് 8-ാം അധ്യായത്തിൽ കാണുന്നത്. 9-ാം അധ്യായം നമുക്കറിയാം, യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതന്മാരെ അഴിച്ചുവിടും. 10-ാം അധ്യായത്തിൽ ഒരു ചെറിയ പുസ്തകം കാണാം, അത് വാങ്ങി ഭക്ഷിക്കുന്നു. 11-ാം അധ്യായം പഠിക്കുമ്പോൾ 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നു. 2 സാക്ഷികൾ. അത് മോശ ഏലിയാവാന്ന് പറയുന്നു. ഏലിയാവും ഹാനോക്കും ഇവരാരുടെയും കാര്യമല്ല അവിടെ പറഞ്ഞേക്കുന്നേ. അതും കണ്ടോണ്ട് കിടന്ന് ചാടരുത്. മോശയല്ല, ഏലിയാവും അല്ല, ഹാനോക്കും അല്ല. അവിടെ ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ല. വേറെ ഒത്തിരി പറയാത്ത കാര്യം നീ കയറി പറഞ്ഞ് എന്നോട് രാത്രി വന്ന് പറഞ്ഞോ മോശ ഏലിയാവാന്ന്. 2 സാക്ഷികളെന്നേ ഉള്ളൂ. അതിൽ ഹാനോക്കല്ലെന്നുള്ളത് പൂർണ്ണ തെളിവാ. ഞങ്ങളുടെ രക്ഷാനുണ്ടായിരുന്ന ഹാനോക്കല്ലെന്ന് പറഞ്ഞ പുള്ളി ഇടയ്യ ഉടനെ പുള്ളി വേദപുസ്തകം മടക്കി വെച്ചു, ചാടി മിറ്റത്തിറങ്ങി, അടുത്തിരിക്കുന്നവനെ കിരണ്ടി വെച്ചു, പുള്ളി കലക്കും. വേറെ ഒരു അച്ചായനുണ്ട്, പുള്ളിക്ക് ഏലിയാവാ പുള്ളിയുടെ മെയിൻ വിഷയം. ഏലിയാവിനെ പറ്റി നല്ല നിലയെ പ്രസംഗിച്ച പുള്ളി ഗ്ലോറി ഹല്ലേലൂയ ഇറക്കും പുള്ളി. ഒരാൾ പറയുക ഏലിയാവ് തീയിറക്കി, പുള്ളി ഹല്ലേലൂയ. അതേസമയം അടുത്ത പുള്ളി പറയുക ഏലിയാവ് ഒരു സ്ത്രീയുടെ മുമ്പേ പേടിച്ചു, സ്തോത്രം എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ അച്ചായനെ പേര് ഞാൻ പറയത്തില്ല, ഹാനോക്കല്ലെന്ന് പറഞ്ഞ പുള്ളി ഉടനെ ഇടയ്യ. ഹാനോക്കല്ലെന്നുള്ളത് പൂർണ്ണ തെളിവാ. കാരണം ആ അധ്യായത്തിൽ ഒരു പ്രത്യേക പദമുണ്ട്, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടെന്നാ. അങ്ങനല്ലേ 11-ന്റെ 8 ഒന്ന് വായിച്ചേ, മോളൊന്ന് വായിച്ചേ. ഞാൻ വെളിപ്പാട് പുസ്തകം അല്ലയോ എൻ്റെ പൊന്നു മോളെ, ഇല്ലേ? ആ വെളിപ്പാടാണ്, അതാ ഞാനും വെളിപ്പാട് തന്നെ. 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചു, മൈക്കിൽ കൂടെ വായിച്ചു. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും അവരുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ യഹൂദനെ സംബന്ധിച്ച് അവിടെ പറയുന്നത്. യഹൂദനെ സംബന്ധിച്ചാണല്ലോ. 2 സാക്ഷികൾ വരുന്നു, പ്രത്യക്ഷപ്പെടുന്നു, അവർ പ്രസംഗിക്കുന്നു, അവരെ പിന്നെ കൊല്ലുന്നു. ഇതൊക്കെ അവിടുത്തെ വിഷയം. അപ്പൊ അവിടുത്തെ പ്രത്യേക അവരുടെ കർത്താവ് എന്ന. ആരുടെ കർത്താവ്? യഹൂദന്റെ കർത്താവ്. യഹൂദയിൽ നിന്നല്ലോ ഉദിച്ചത്. അപ്പൊ അവരുടെ കർത്താവ്. അപ്പൊ ഹാനോക്കല്ലെന്ന് തെളിഞ്ഞല്ലോ. കാരണം യഹൂദ ജാതി ആരംഭിക്കുന്നത് അബ്രഹാം മുതലാണ്. അബ്രഹാമിൽ തുടങ്ങിയ ഈ ജാതി ജനത, ഈ വംശം ആരംഭിക്കുന്നത്. അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് 12 ഗോത്ര പിതാക്കന്മാർ, അങ്ങനെ ഈ വംശം. അപ്പൊ അവര് ആ യഹൂദന്മാർ, ദൈവത്തിന്റെ സ്വന്തം ജനം, പ്രത്യേക സമ്പത്ത്. ഹാനോക്ക് ആ ഗ്രൂപ്പിൽപ്പെട്ടതല്ലോ. നിങ്ങൾ ശ്വാസം വിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
ഞാൻ ഒരു വചനം എടുത്ത് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇവിടെ കിടന്ന് തർക്കിക്കുകയും ബാധിക്കുകയോ ഒന്നും വേണ്ട. 2 സാക്ഷികൾ. പിന്നെ സൂക്ഷ ഇതറിയണമെങ്കിൽ എന്തെങ്കിലും ഒരു പാപം ചെയ്താൽ മതി, ഇവിടെ കാണും. മിക്കവാറും ഇവിടെ കാണാനാ സാധ്യത, നോട്ടോ ഇരിപ്പം കണ്ടിട്ട്. പക്ഷെ ഇന്ന് രാത്രി ഒന്ന് ഉറപ്പിക്കണം അങ്ങ് പോകുമെന്ന്. അതിനൂടെ ആരും കൈവിടപ്പെട്ടു പോകരുത്. ആട്ടെ, ഏതായാലും 11-ാം അധ്യായത്തിലെ വിഷയം 2 സാക്ഷികൾ. വെളിപ്പാട് 12 സൂര്യധാരിണിയായ ഒരു സ്ത്രീ, അത് കന്യകാമറിയോ അല്ല. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം, തള്ളയോടൊന്നും പറയരുത്. ചുമ്മാ കൊച്ചമ്മയല്ലെന്ന്. 13-ാം അധ്യായത്തിൽ ഘോരവും ഭയങ്കരമായൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. 14-ാം അധ്യായത്തിൽ സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144. അതും നമ്മൾ ആരും അല്ല. തമ്പേറടിച്ച് സ്തോത്രം. സിയോൻ മല. വെളിപ്പാട് 15-ാം അധ്യായം പാട്ട. മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി വീണ പിടിച്ച് വൈണികന്മാർ ആ പളങ്ക നദിയുടെ തീരത്ത് നിന്ന് പാടി പരമപിതാവിനെ മഹത്വപ്പെടുത്തുകയാണ്. വൈണികന്മാരുടെ ഇമ്പഗാനം കേൾക്കുന്നു ഞാനകര്. വൈണികന്മാരുടെ ഇമ്പഗാനം കേൾക്കുന്നു ഞാനകര്. കേൾക്കുന്നു കേൾക്കുന്നു ഇതം കേൾക്കുന്നു കേൾക്കുന്നു. യോർദാനക്കര കാണുന്നു ഞാൻ വാഴ്ത്തതേജൻ ശോഭയാൽ. യോർദാനക്കര കാണുന്നു ഞാൻ വാഴ്ത്തതേജൻ ശോഭയാൽ. ശോഭയായി ശോഭയായി വാഴ്ത്തതേജൻ ശോഭയായി 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 വാഴ്ത്തതേജൻ ശോഭയായി. അപ്പൊ ശ്രദ്ധിക്കുക, 15-ാം അധ്യായം മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി കുറച്ച് തന്നാൽ മതി. എന്നാന്നറിയാം, ഇത്രയും തന്നാൽ ഞാനിത് ഒറ്റയടിക്ക് കുടിക്കത്തില്ല. അപ്പം പിന്നെ കുടിക്കാൻ വരുമ്പോൾ ഇത് തണുത്ത് പോകും. ഇതന്നെ അല്ലല്ലോ. അപ്പം ഒരു ലേശം തന്നാൽ മതി. മുമ്പേ പറഞ്ഞായിരുന്നു, നല്ല ചൂടും നല്ല കണക്കാ. പക്ഷെ ഇത്രയും തന്നാൽ പിന്നെ അല്ലേ പിന്നെ ഇത് കളയേണ്ടി വരും. അപ്പൊ ഒരു ഇച്ചിരി എന്താ. അപ്പൊ ശ്രദ്ധിക്കുക, 15-ാം അധ്യായത്തിൽ മോശയുടെ പാട്ടും കുഞ്ഞാടന്റെ പാട്ടും പാടി വീണ പിടിച്ച് വൈണികന്മാർ പാടി പരമപിതാവിനെ മഹത്വപ്പെടുത്തുക. ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയാം, അവിടുന്ന് മാത്രമാ ആരാധനയ്ക്ക് യോഗ്യൻ. മറിയത്തെ ആരാധിക്കരുത്, പുണ്യവാളന്മാരെ ആരാധിക്കരുത്, മൃഗത്തെ ആരാധിക്കരുത്, മനുഷ്യനെ ആരാധിക്കരുത്, എലിയെ ആരാധിക്കരുത്, പുലിയെ ആരാധിക്കരുത്, മേരിയെ ആരാധിക്കരുത്. ആമൻ സ്വന്തം അറിയാമല്ലോ. മരത്തെ ആരാധിക്കരുത്, കല്ലിനെ ആരാധിക്കരുത്, ഈ ചരാചരത്തെ ആരാധിക്കരുത്, സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, നക്ഷത്രങ്ങളെ ആരാധിക്കരുത്, വെള്ളത്തെ ആരാധിക്കരുത്, വായുവിനെ ആരാധിക്കരുത്, ഒരു സസ്യജാലങ്ങളെ ആരാധിക്കരുത്, മനുഷ്യരെ അപ്പനെ ആരാധിക്കരുത്, അമ്മയെ ആരാധിക്കരുത്, പാസ്റ്റർമാരെ ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ്. ദൈവം തമ്പുരാൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. വേറെ ആരും ആരാധനയ്ക്ക് യോഗ്യരല്ല. ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും സ്തോത്രത്തിനും യോഗ്യനായ ഒരുവനേ ഉള്ളൂ. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ രക്തം ചിന്തി ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നസറയനാകുന്ന യേശുക്രിസ്തു ദൈവത്തിന് അവിടുന്ന് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. വേറെ ആരും ആരാധനയ്ക്ക് അങ്ങനെ തന്നെ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. വേറെ ആരും ആരാധനയ്ക്ക് യോഗ്യരല്ല. അവിടുത്തെ പാടി മഹത്വപ്പെടുത്തിക്കോണം. 16-ാം അധ്യായത്തിലെ ക്രോധകലശം ഭൂമിയിലേക്ക് കൊണ്ടൊഴിക്കുന്നു. 17-ാം അധ്യായം ഒറ്റവാക്കി പറഞ്ഞ ഏത് ക്രിസ്തുവിന്റെ മണവാട്ടിയ മർമ്മം മഗതിയ ബാബിലോൺ. ഒരു തള്ള മൃഗത്തിന്റെ പുറത്തിരിക്കുന്നു.
മൃഗത്തിന്റെ നിറം ചുമപ്പ്, തള്ള ഇട്ടിരിക്കുന്ന തുണി കാടി ചുമപ്പ്, തളയാന്ന് മുത്തും രക്തവും. ആടെയാ ഇടാവുന്നത് മുഴുവൻ ഇട്ടേച്ചാ തള്ള ഈ പന്ന മൃഗത്തിന്റെ മേളിൽ കയറി. സ്തോത്രം. ആട്ടെ, ഇതാരാന്ന് ചോദിച്ചാൽ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. സ്തോത്രം. ആട്ടെ, വിഷയമല്ലോ. 18-ാം അധ്യായം പഠിക്കുന്നവർക്കറിയാം, വാണിജ്യ ബാബിലോണിന്റെ അധപതനമാണ്. ഒറ്റ മണിക്കൂർ കൊണ്ട് കത്തിച്ചാമ്പലാകുക. ഒറ്റ മണിക്കൂർ. ഏത് മാലൂമിയും കാഴ്ച കണ്ട് ഭയാനകമാണ്. ഇടയ്ക്ക് കയറി പറയാം, ഇവിടെ പണത് ഉയർത്തുന്നത് മുഴുവൻ ഒരല്പ നേരത്തേക്കേ ഉള്ളൂ. നീ അടിമാലി കെട്ടിപ്പൊക്കിയ ബിൽഡിങ്ങും നിന്റെ സകല ഭൗതിക വസ്തുക്കളും ഈ കാണുന്ന സകലതും മുഴുവൻ പുസ്തകം പഠിപ്പിക്കുന്ന തീക്കായി സൂക്ഷിച്ചേക്കുന്ന സ്തോത്രം. മുഴുവൻ തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുക.